നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ്. മുൻകാലങ്ങളിലും സംസ്ഥാന സർക്കാരുകളും ഗവർണർമാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരിക്കലും ഇത്രമേൽ ചീഞ്ഞിട്ടില്ല, നാറിയിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് പലതവണ ക്ലിഫ് ഹൗസും ലോക് ഭവനും തമ്മിലുള്ള ദൂരം കൂടി. ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കോടതികളിൽ ഏറി. SFIക്കാർ ഗവർണർക്കെതിരെ കരിങ്കൊടികൾ വീശി ബാനറുകൾ ഉയർത്തി. ഒരു തവണ നാഷണൽ ഹൈവേയിൽ വരെ ആ യുദ്ധം നീണ്ടു. മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പലതവണ പത്രസമ്മേളനങ്ങൾ നടത്തി. പരസ്പരം കണ്ടാൽ ഒന്ന് മിണ്ടുവാനോ ചിരിക്കുവാനോ പോലും ആകാത്ത വിധം മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും മനസ്സുകൾ തമ്മിൽ അകന്നു. ഒടുവിൽ യാത്രയയപ്പ് പോലും ലഭിക്കാതെയാണ് ഒരു ഗവർണർ കേരളം വിട്ടു പോകേണ്ടി വന്നത്. പുതിയ ഗവർണറായി രാജേന്ദ്ര അർലേക്കർ എത്തിയപ്പോൾ എല്ലാവരും സംശയദൃഷ്ടിയോടെയാണ് അദ്ദേഹത്തെ വീക്ഷിച്ചത്. ബാലശാഖ മുതൽ സംഖ്യയായ അർലേക്കറിൻ്റെ സമീപനം ഏത് വിധമായിരിക്കുമെന്നാണ് പലരും സംശയത്തോടെ ആശങ്കപ്പെട്ടിരുന്നത്. പക്ഷേ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഒരു ഊഷ്മള ബന്ധമാണ് രൂപപ്പെട്ടത്. അത് സംഘർഷജന്യമായ മലയാളി മനസ്സുകൾക്ക് ഒരു ആശ്വാസവുമായിരുന്നു. പക്ഷേ ഭാരതമാതാ വിവാദത്തോടൊപ്പം അത് മുറിഞ്ഞു. തുടർന്ന് സർവകലാശാല വിഷയങ്ങളിൽ സ്ഥിരം അഭിപ്രായ വ്യത്യാസമായ ആ ഏറ്റുമുട്ടലുകൾ കൂടി ആയപ്പോൾ അത് പൂർണ്ണമായി. കോടതി കയറ്റവുമായി ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അത് തെരുവിലേക്ക് ഇറങ്ങിയില്ല എന്ന് മാത്രം. പക്ഷേ നിരന്തരം ഏറ്റുമുട്ടലുകൾ തുടർന്നു. ഒടുവിൽ ഡിജിറ്റൽ KTU VC നിയമങ്ങളിലായി തർക്കം. അതും കോടതി കയറി. ഇക്കുറി കോടതിയും മടുത്തു. ഇരുവരും തമ്മിൽ സമവായത്തിലെത്തുവാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഗവർണറെ നേരിൽ കണ്ട് സംസാരിക്കുവാനാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്ന നിയമോപദേശം. കേസ് കോടതി അടുത്ത ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനു മുമ്പ് ചർച്ച നടക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് VC ആയി മുഖ്യമന്ത്രി നിർദ്ദേശിച്ച സജി ഗോപിനാഥിനെ ഗവർണർ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. സാങ്കേതിക സർവകലാശാലയിലേക്ക് ഗവർണർ തിരഞ്ഞെടുത്ത ഡോക്ടർ സിഫ തോമസിനെ അംഗീകരിക്കുവാൻ മുഖ്യമന്ത്രിയും ഇതുവരെ തയ്യാറായിട്ടില്ല. തങ്ങൾ പിടിക്കുന്ന മുയലിന് 4 കൊമ്പെന്നാണ് ഇരു കൂട്ടരുടെയും നിലപാട്. എന്നാൽ ഗവർണർ ഒരു വിട്ടുവീഴ്ച മനോഭാവവും ഇതുവരെ കാട്ടിയിട്ടുമില്ല. കണ്ണൂർ സർവകലാശാലയിൽ VC നിയമനത്തിന് ചാൻസലർക്കാണ് പരമാധികാരം എന്ന സുപ്രീം കോടതി വിധിയുണ്ടെന്നാണ് ഗവർണറുടെ നിലപാട്. തർക്കം അവസാനിച്ചില്ലെങ്കിൽ 2 ഇടത്തും VCമാരെ നിയമിക്കുവാൻ സുപ്രീം കോടതി നിർബന്ധിതമാക്കും. ഇത് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഡിജിറ്റൽ KTU VC നിയമനത്തിനുള്ള ഗവർണറുടെ നടപടി കോടതി വിധിക്ക് വിരുദ്ധമാണെന്നാണ് സർക്കാർ അഭിപ്രായം. സർക്കാരുമായി സമവായം ഉണ്ടാക്കണമെന്നാണ് കോടതി വിധി. എന്നാൽ ഗവർണർ അതിന് തയ്യാറാകുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഡിജിറ്റൽ സർവകലാശാല VC സംസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറിയ പട്ടികയിൽ ഡോക്ടർ ജിൻ ജോസ്, ഡോക്ടർ പ്രിയ ചന്ദ്രൻ എന്നിവർ 3ഉം 4ഉം സ്ഥാനത്താണുള്ളത്. സാങ്കേതിക സർവകലാശാല VC ആയി ഡോക്ടർ GR ബിന്ദു, ഡോക്ടർ പ്രിയ ചന്ദ്രൻ എന്നിവരുടെ പേരുകളും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. അതും 2ഉം 3ഉം സ്ഥാനത്തേക്ക്. അത് മുഖ്യമന്ത്രിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 പട്ടികകളിലും ഡോക്ടർ സിഫ തോമസിൻ്റെയും ഡോക്ടർ പ്രിയ ചന്ദ്രൻ്റെയും പേരുകൾ ശുപാർശ ചെയ്ത് ഗവർണർ അംഗീകരിച്ചു. ഇരു സർവകലാശാലകളിലെയും VC നിയമനത്തിനായി റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി സുധാൻഷു ധൂലിയ അധ്യക്ഷനായി സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. അവർ നൽകിയ പട്ടികയിൽ നിന്നുള്ള പേരുകളിലാണ് ഇരുവരും തമ്മിൽ കോർക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച കാട്ടിയില്ലെങ്കിൽ VC നിയമനം വീണ്ടും നീളും. ഇതിൻ്റെ പല ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടികളായിരിക്കും. ഒടുവിൽ ഗവർണർ വിട്ടുവീഴ്ച കാട്ടുവാൻ നിർബന്ധിതമാകുമെന്നാണ് അക്കാദമിക്ക് രാഷ്ട്രീയ ഭാഗത്തുള്ളവർ കരുതുന്നത്. ഗവർണർ ഒതുങ്ങുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരിക്കും.